रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरिया. നമ്മൾ തമ്മിൽ എന്തോ ഒരു സിമിലാരിറ്റി ഉണ്ട്. അതെന്താണെന്നറിയോ? വാപ്പാടെ പേര് ഇസ്മായിൽ. അല്ല, എന്നെ പാടെ ഒരു ഇസ്മായിൽ. പെട്ടെന്നാണ് ആ ഒരു ഷിഫ്റ്റ് പോയത്. ഞാൻ പോലും വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഞാൻ ഈ BMW ഡ്രീം എന്നൊക്കെ പറഞ്ഞ നമ്മള് ചെറുപ്പത്തിൽ പറയുമ്പോ ജോലിയൊക്കെ ആയി ഒരു 35 വയസ്സൊക്കെ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ച സംഭവം. എന്റെ നാട്ടിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു BMW ഒരാൾ എടുക്കുന്നത്. ഒരു ലക്ഷറി വണ്ടി എടുക്കണം ആദ്യമായിട്ടാണ്. ഈ ഒരു വയസ്സിൽ പിന്നെ പറയണ്ട, ഒരാൾ എടുത്തിട്ടില്ല. ഇപ്പൊ 25. കനവിലൊരു ഓമൽ കുളിരേ പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിരേ കനവിലൊരോമൽ കുളിരേ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതുവരെ തിയേറ്ററിലൊന്നും പോയിട്ടില്ല. ഇല്ല, തിയേറ്ററിൽ ഞാൻ പോയിട്ടില്ല. ഇതുവരെ പോയിട്ടില്ല. എന്താ, എന്തെങ്കിലും റീസൺസ് ഉണ്ടോ അതിന് വേണ്ടിട്ട്? ഉമ്മ പറഞ്ഞു പോരുത്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങളങ്ങനെ ഇപ്പൊ ഫാമിലി ആണെങ്കിലും അങ്ങനെ പോയിട്ടൊന്നുമില്ല. വണ്ടുലങ്ങ മലർ പോലെ ഏത് പാട്ടാ? അതല്ല, ഇത് മറ്റേ ഓട്ടംതുള്ളല് പറഞ്ഞ പോലെ പറഞ്ഞത്. വണ്ട് തുളർന്ന മലർ പോലെ. ഇതൊക്കെ ഏത് പാട്ടാ? കുരുനില പാർപ്പിട് എന്തൊക്കെയാ? കുരുനില എന്തു നല്ല വീട്, അച്ഛൻ ഉറങ്ങുന്ന വീട്. അച്ഛൻ ഉറങ്ങണ വീടല്ല, അച്ഛനുണ്ട് വീട്ടിലൊക്കെ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. യെസ്, അപ്പൊ ഇന്ന് ചക്കമ്പക്കത്തില് എന്റെ കൂടെ ഉള്ളത് ഒരു പാട്ടുകാരനാണ്. ഇദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു മിസ്റ്റർ പാട്ടോളിക്. വെൽക്കം ടു ദ ഷോ. അപ്പൊ പാട്ടോളിക് അങ്ങനെ പറഞ്ഞാലായിരിക്കും എല്ലാരും അറിയാം. യഥാർത്ഥ പേര് വിളിക്കുന്ന ആൾക്കാരുണ്ടോ? അത് എല്ലാരും ഈ പേരാണോ വിളിക്കുന്നത്? യഥാർത്ഥ പേര് കുറച്ച് ഞാൻ മറ്റേ ബയോലില്ലേ പേരിട്ടിട്ടില്ല. അതും പാട്ടോളിക്. ചിലർക്ക് അറിയാം, വേറെ അക്കൗണ്ട് ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പേർക്ക് അറിയാം. അപ്പൊ എല്ലാരും എങ്ങനെ വിളിക്കുന്നത്? ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ എന്താ വിളിക്കുന്നത്? ഇസ്മായിൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഗൈസ്, പാട്ടോളിക്കിന്റെ ശരിക്കുള്ള പേര് ഇസ്മായിൽ എന്നാണ്. അപ്പൊ നമ്മൾ തമ്മിൽ എന്തോ ഒരു സിമിലാരിറ്റി ഉണ്ട്. അതെന്താണെന്നറിയോ? വാപ്പാടെ പേര് ഇസ്മായിൽ. അല്ല, എന്നെ പാടെ ഒരു ഇസ്മായിൽ. അതൊന്നുമല്ല. സിമിലാരിറ്റി എന്താ? എന്താ ഞാൻ ഏറി കേറും. എന്തൊരു കഷ്ടോ. പുതിയ കാര്യമൊന്നല്ലല്ലോ. അല്ല, എന്നാലും എന്താന്നറിയോ, എനിക്ക് ഏറി കയറും അറിയാം. എന്നാലും ഞാൻ പറയാണ്, ഇസ്മായിലിന്റെ പേര് പാട്ടഹോളിക്. എന്റെ പേര് മെഹർന്ന്. ഞാൻ ഭയങ്കര വർക്കഹോളിക് അതുവരെയൊക്കെ പറയാൻ പറഞ്ഞു. ആൽക്കഹോളിക് അല്ലല്ലോ. ആൽക്കഹോളിക് അല്ല, വർക്കഹോളിക്. ചേട്ടൻ പറഞ്ഞു, ഞാനല്ല. അപ്പം ഞാനൊരു കാര്യം ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. വിനീത് ചേട്ടനൊക്കെ കമന്റ് ചെയ്തു, അങ്ങനെ വിനീത് ചേട്ടനെ വരെ ഭയങ്കര അതിശയിപ്പിച്ചൊരു പാട്ടുകാരനാണ് എന്നൊക്കെ. എന്താ സംഭവം? അത് സത്യം പറഞ്ഞ കോയിൻസിഡൻസ് ഉണ്ട്. ഞാൻ 2 കൊല്ലം മുന്നാണ് നടന്നത്. അപ്പോ 2 കൊല്ലത്തിന് ശേഷം ഞാൻ പിന്നെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് 2 കൊല്ലത്തിന് ശേഷം മൈൽസ്റ്റോൺ മേക്കേഴ്സിലാണ്. അന്ന് ആ ഒരു സംഭവത്തിന് ഇങ്ങനെ ഇന്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ടൈമില് ദർശന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഇല്ലേ, അതെങ്ങനെ പാടി റീൽസിലിട്ട് വൈറലായി. അങ്ങനെ അതിന്റെ പടത്തിന്റെ എല്ലാ ക്രൂ മെമ്പേഴ്സ് എല്ലാരും കണ്ട്, വിനീതേട്ടൻ കണ്ട്, കമന്റ് ചെയ്ത് മെസ്സേജ് അയച്ച്. അപ്പോ അതാണ് സംഭവം. ആ ഒരു പാട്ട് കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ. അതാണ് ഫസ്റ്റ് വൈറൽ ആയിട്ടുള്ള പാട്ട്. ഫസ്റ്റ് വൈറൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വൈറലായത് അതാ പറഞ്ഞത്. അതിന് മുന്നേ ഒരു സുന്ദരനായവനെ പറഞ്ഞിട്ടൊരു പാട്ടില്ലേ, അതില് ഈ 2 പാട്ട് മുമ്പ് ഒരു ഇന്റർവ്യൂല് പാടിയിട്ടില്ലേ? ഇല്ലേ? അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കേസരിയ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അത് ഇസ്മായിലിന്റെ സൗണ്ടില്. അത് നമുക്ക് പാടിക്കൊണ്ട് നമുക്ക് ഇന്റർവ്യൂ തുടങ്ങിയാലോ?
मुझको इतना बताए कोई, कैसे तुझसे दिल ना लगाए कोई, रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरिया, काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरिया, केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं, दिन बीते सारा तेरी फिक्र में, रहने सारी तेरी खैर मनाऊं. കയ്യടി കൊടുക്കുക എന്താണ് നിങ്ങളൊക്കെ എന്താ ആൾക്കാരാ Thank you. അടിപൊളിയായിട്ടുണ്ട് Oh, thank you. അപ്പം ഇസ്മായിൽ ടു പാട്ടുപൊളി ആ ഒരു ജേർണി ഒന്ന് പറയാമോ ഇസ്മായിൽ എങ്ങനെ പാട്ടുപൊളിക്കായി ചുരുക്കി പറഞ്ഞാൽ മതി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് കോവിഡിന്റെ ടൈം, എല്ലാരും വെറുതെ ഇരിക്കുന്ന ടൈം, പണിയുള്ളവരുടെ പണി പോയ ടൈം, പഠിക്കുന്നവർ പഠിക്കാതിരുന്ന ടൈം. അപ്പൊ അങ്ങനെ കോവിഡിന്റെ ഒരു 1, 2, 3 വേവ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ വേവിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്ത് വെറുതെ കളിച്ചടന്ന് ക്യാരംസ് കളിച്ച് പാടത്ത് പോയി അങ്ങനെയൊക്കെ നിന്ന്. അപ്പോൾ ഒരു വേവ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല, എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം വിചാരിച്ചപ്പോൾ പിന്നെ അന്ന് തോന്നിയാണ്. ഞാൻ പിന്നെ സ്കൂളിൽ അല്ലറ ചില്ലറ പാട്ടും പരിപാടിയും മാർച്ച് പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പാട്ട് അറിയാം. അപ്പം അങ്ങനെ കുറച്ച് പേര് അന്നും ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് പാടുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ എനിക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പാടിക്കൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി. ഓഗസ്റ്റ് 25 തോന്നുന്നുണ്ട് കറക്റ്റ് ഡേറ്റ് ആണെങ്കിൽ. അപ്പോൾ അന്ന് ഈ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി രാത്രി ഞാൻ തന്നെ ഇങ്ങനെ വെറൈറ്റിക്ക് ഒരു പേര് വേണമെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു പേരിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. തീരുമാനിച്ച പേരാണോ അത്? സ്വന്തം ഉണ്ടാക്കിയ പേരാണ്. അങ്ങനെ തുടങ്ങിയതാ. അപ്പൊ പാട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പാട്ട് ഇല്ല, പഠിച്ചിട്ടില്ല. പാട്ട് ഞാൻ നമ്മളിപ്പോ കേട്ട് പഠിക്കൂലേ, അങ്ങനെ തന്നെ ഞാൻ പെട്ടെന്ന് കേൾക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിലും കർണാട്ടിക് വരെ ഞാൻ കേട്ടിട്ട് പഠിച്ചിട്ട് പാടുന്നുണ്ട്. ലൈക്ക് ഫസ്റ്റ് എപ്പോഴാ പാടുന്നേ? എന്റെ ഉള്ളിലൊരു കലാകാരൻ ഉണ്ട് എന്നൊക്കെ മനസ്സിലായത് എപ്പോഴാ? ഫസ്റ്റ് പാടുന്നത് സത്യം പറയുകയാണെങ്കിൽ മദ്രസന്നാണ്. അപ്പോ മാപ്പിളപ്പാട്ട്. അപ്പൊ ഈ നബിദിനത്തിനൊക്കെ പാടൂലേ, അപ്പൊ അങ്ങനെ പാടി തുടങ്ങി. പിന്നെ സ്കൂളിലൊക്കെ ആയിട്ട് 9th 10th ആ ടൈമിൽ യൂത്ത് ഫെസ്റ്റിവൽ. അപ്പോൾ അത്രയും കാലം യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു 7 ദിവസമൊക്കെ വീട്ടിലിരുന്ന് ലീവ് എടുക്കാന്നല്ലാണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിലൊക്കെ ഒന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കണം, എല്ലാവരും വായി നോക്കണം എന്നൊക്കെയുള്ള ആ ഒരു മൈൻഡ് വന്ന ടൈമിൽ തുടങ്ങിയതാ. അപ്പോൾ അന്ന് ഇങ്ങനെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടി. പിന്നെ നമുക്ക് അവിടെ ഒരു ചെറിയ ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ഞാനൊരു കാര്യം കേട്ടു, മലബാർ സൈഡില് ഏത് ഇനോഗ്രേഷൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒന്നില്ലെങ്കിൽ ഹനാൻഷ അല്ലെങ്കിൽ പാട്ടുപൊളിക്ക് നിർബന്ധമാണെന്ന്. ഇല്ലേ? അങ്ങനില്ലേ? എന്താണ് അതിന്റെ പിന്നിലിത്? എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ തന്നെ ആയാലും ഇസ്മായിൽ ഒരു ഇനോഗ്രേഷൻ വെച്ച് കണ്ടിട്ടുണ്ട് പെരിന്തൽമണ്ണ. അത് എനിക്കറിയില്ല എന്തുകൊണ്ടായിരിക്കും. അല്ലെ, ഒരുപാട് ഇനോഗ്രേഷൻ ഒക്കെ പോയിട്ടുണ്ടല്ലോ. പോയിട്ടുണ്ട്. എനിക്ക് തോന്നണ പാട്ട് കൂടുതൽ കാണുന്നതും ഇതാക്കുന്നതൊക്കെ ഫാമിലി, പിന്നെ ഗേൾസ് ആണല്ലോ കുറച്ചൊക്കെ കൂടുതൽ കേൾക്കുന്നത്. അപ്പോ അങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. നിങ്ങൾ എങ്ങനെ ഫ്രണ്ട്സ് ആണോ ഹനാൻഷ ആൻഡ് പാട്ടുപൊളിക്ക്? ആ, ഫ്രണ്ട്സ് ഒക്കെ ആണ്. എനിക്ക് തോന്നുന്നത് ഹനാൻ ഇതിന് മുന്നേ തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തുടങ്ങിയത്. അവൻ ഏകദേശം ഒരു ഹൈപ്പില് എത്തുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ തുടങ്ങുന്നത്. എനിക്കൊരു മുസ്തഫ എന്റെ ഒരു സോങ് ഉണ്ടായിരുന്നു ഏറാമന്റെ. അതിൽ അവനിങ്ങനെ ക്ലിക്കായി നിൽക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കാണും. നിങ്ങൾ ഒരുമിച്ച് പാടാറൊക്കെ ഉണ്ടോ? നമ്മൾ ഒരുമിച്ച് പാടാറുണ്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നു ഇനോഗ്രേഷൻസ് വളരെ കുറവാണ്. നമ്മൾ ഒരുമിച്ച് വേദിയിൽ ഉണ്ടാവുന്നത് വളരെ റെയറാ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണുന്നില്ല, പക്ഷെ നല്ലൊരു ബന്ധമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതെ. പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞെന്ന് വെച്ചാൽ പണ്ട് ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അല്ലേ? എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ് ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഒക്കെ ഉള്ള ഒരാളായിരുന്നു. സോഷ്യൽ ആൻസൈറ്റി ഇപ്പോഴും ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടല്ലോ നമ്മൾ കുറച്ചും കൂടെ ഇനി ആക്റ്റീവായി വന്നതാ. ഇപ്പൊ ഞാൻ തന്നെ പാട്ട് പാടുമ്പോൾ ഞാൻ ആദ്യം മറ്റേ ഇപ്പൊ കുറെ ഗേൾസ് ഒക്കെ ചെയ്യുന്ന പോലെ ബ്ലാക്ക് സ്ക്രീനിലൊക്കെ പാടിയിരുന്നാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ സൈഡിലേക്ക് തിരിഞ്ഞ് അങ്ങനെ പാടി. പിന്നെ ഗ്രാജുവലി സാധനം ഇങ്ങനെ പിക്കപ്പ് ചെയ്തിട്ടാണ്
അങ്ങനെയാണ് ഞാൻ പിന്നെ അടുത്തതിലേക്ക് വരുന്നത്. അപ്പൊ പിന്നെ ക്യാമറയിൽ ഫേസ് ചെയ്യാൻ പറ്റി. പിന്നെ ഇങ്ങനെ വെറുതെ പാടിയ പോലല്ലോ, ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യണല്ലോ. അപ്പൊ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ സ്റ്റേജിൽ ഇന്ററാക്ട് ചെയ്യുന്ന അപ്പൊ അത്ര ആൾക്കാർ സ്റ്റേജിലൊക്കെ ഞാൻ നോക്കുമ്പോ ഫുൾ പാട്ടുകൾക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഏതോ വുമൻസ് കോളേജിലൊക്കെ പോയിട്ട് അതിന്റെ വീഡിയോ കണ്ടായിരുന്നു. അല്ല അങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്ന ഒരാള് പിന്നെ എങ്ങനെ അത്രയും ഗട്ട്സ് ഒക്കെ ഇത്രയും ഗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു സംഭവം ചെയ്യണം. ഇപ്പോ ഗ്രാജുവലി ചെയ്യണതാ. ഒരിക്കലും ഒരാൾക്ക് ഒരു ഇൻട്രോവേർട്ട് ആയ ഒരാള് പെട്ടെന്ന് ഒരിക്കലും ഒരു എക്സ്ട്രോവേർട്ട് ആവൂല. നമ്മള് ഓരോരോ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞില്ലേ, പാട്ട് പാടാൻ തുടങ്ങിയതിന്റെ സ്റ്റൈല്, പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അതിങ്ങനെ ഗ്രാജുവലി വരും. പിന്നെ ഓഡിയൻസ് തരുന്നൊരു എനർജി ഉണ്ട്. അപ്പൊ നമുക്ക് വിചാരിക്കും ഇപ്പൊ ഞാൻ നല്ല കൂളായിട്ട് ഹലോ ഗൈസ് ഒരു കുഴപ്പമില്ല. ചെറിയൊരു ഇൻട്രോവേർട്ട് സംഭവം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ കല്യാണത്തിനൊക്കെ ഒറ്റക്ക് പോകുമ്പോൾ ആ ഒരു സംഭവം ഇല്ല. ആർട്ട് നമ്മളുടെ ഒരു ഫീൽഡില് പറയുകയാണെങ്കിൽ ഇല്ല, കുറവാണ്, വളരെ കുറവാണ്. പിന്നെ അന്നത്തെ ആ ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നൊക്കെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ആ വർഷം തന്നെയാണ് തോന്നുന്നുണ്ട് BMW എടുത്തത്. അല്ല, പിന്നെ അല്ല അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെയാണ് എടുത്തത്. വളരെ പെട്ടെന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ തന്നെ അപ്പൊ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി. ഞാൻ ശരിക്കും തോന്നുന്നത് ഞാൻ ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ ഷോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു സാധാരണ ഒരു സിംഗർ പാടി ആ ഒരു സംഭവം വൈറലായി അങ്ങനെ വിളിച്ചിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ അതില് എന്താ പറഞ്ഞ ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞിരുന്നു, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. കാരണം നമ്മളന്ന് ഷോസും കാര്യങ്ങളും ഒന്നും ചെയ്തിരുന്നില്ല. ഞാൻ ഇതേപോലെ പ്രൈവറ്റ് സംഭവങ്ങളൊക്കെ അന്നിങ്ങനെ തുടങ്ങുന്നുള്ളൂ, പ്രൈവറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. പിന്നെ പെട്ടെന്നാണ് ആ ഒരു ഷിഫ്റ്റ് പോയത്. ഞാൻ പോലും വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. എന്താ കഴിഞ്ഞോ? അല്ല BMW എങ്ങനെ വാങ്ങിച്ച BMW എങ്ങനെ വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവെ ആൾക്കാർക്കുള്ള ഒരു ധാരണ ഉണ്ട്, ഇവനിപ്പോ ഭയങ്കര വലിയ സെറ്റപ്പ് ആയി, കൊറേ പൈസ ഉണ്ട്, അപ്പൊ ആ ഒരു പൈസ കുറച്ച് പൈസ എടുത്തിട്ടാണ് BMW എടുത്തത്. അങ്ങനെയാണ് വിചാരം. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഓൾമോസ്റ്റ് ഞാനൊരു പൊട്ടത്തരല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു ഡ്രീമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കളക്ട് ചെയ്ത് സ്വരുക്കൂട്ടി എൻ്റെ കയ്യിൽ ലാസ്റ്റ് ഒന്നും എടുക്കാനില്ല. പക്ഷെ ഈ ഒരു ആഗ്രഹം ഞാൻ ആദ്യം വിചാരിച്ച് ഇങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഈ BMW ഡ്രീം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ പറയുമ്പോൾ ജോലിയൊക്കെ ആയി ഒരു 35 വയസ്സൊക്കെ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ച സംഭവം. അതെ. അപ്പോ അന്ന് അങ്ങനെ ആഗ്രഹിച്ചാണ്, വെൽ സെറ്റിൽഡ് ആയി ഒരു 35 ഒക്കെ ആയി ഫാമിലി ഒക്കെ ഉള്ള ടൈമിൽ എടുക്കാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ച സംഭവം പെട്ടെന്ന് ഈ ഒരു ടൈമില് ഞാൻ ഇപ്പൊ 25. 10 വർഷം മുമ്പ് എടുത്തു. 10 അല്ലേ 11. ഞാൻ കഴിഞ്ഞ കൊല്ലം എടുത്തതാ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തോട്ടേ വരുന്നില്ല. അപ്പൊ ഇങ്ങനെ വിചാരിച്ചപ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം വന്ന് നമുക്കൊരു ആഗ്രഹം വന്ന് അത് നേടിയെടുക്കാന്ന് പറയില്ലേ, ചിലവരിതൊരു ബാഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നൊക്കെ പറയും. പക്ഷെ ആഗ്രഹത്തിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. ആ ഒരു പൂതിയാണ് എനിക്ക് ആ ഒരു സമയത്ത് ആ ഒരു സംഭവം എടുക്കണമെന്ന്. എന്റെ നാട്ടിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു BMW ഒരാൾ എടുക്കുന്നത്, ഒരു ലക്ഷറി വണ്ടി എടുക്കണം ആദ്യമായിട്ടാണ്. ഈ ഒരു വയസ്സിൽ പിന്നെ പറയണ്ട, ഒരാൾ എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അവരുടെ പൈസ ഇല്ലായിട്ട് ആവില്ല, പക്ഷെ അവർ കുറെ പ്രയോറിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മളിതിൽ ആദ്യമായിട്ട് എടുക്കണ ഞാനാണ്, 24ാമത്തെ വയസ്സിൽ ഞാനാണ് എടുക്കുന്നത്. ആ ഒരു ഇതുണ്ട്. നിങ്ങൾ കേൾക്കുന്നില്ലേ, ഏറെ കേൾക്കണേ. അതല്ല വേറെ ഇതുപോലത്തെ എന്തെങ്കിലും പൂതികളുണ്ടോ? വേറെന്താ അങ്ങനൊക്കെ BMW എടുത്തു, ഇനി അടുത്ത എന്താ? വേറെന്താ അങ്ങനെ വേറെ എന്തെങ്കിലും വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടോ? വേറെ വണ്ടി എടുക്കാന് അങ്ങനെ പ്ലാൻ ഇല്ല. അതിന്റെ ഒരു ആഗ്രഹം അതായിരുന്നു. പിന്നെ അതിലിങ്ങനെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് എടുക്കാനൊന്നും ഇല്ല. ഞാൻ ആ ഒരു ആഗ്രഹം ഞാനത് നിറവേറ്റി. പിന്നെ അതന്നെ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ അടുത്ത ആഗ്രഹങ്ങളില്ല. ഞാൻ അതന്നെ എനിക്കൊരു ഞാൻ കിളി പോയ ഒരു ടൈമാണ്. ഞാനത് ആ സംഭവം ഡെലിവറി എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഉണ്ട്, ഞാനത് ചെയ്യുന്നുണ്ടോ, അത് ശരിക്കും നടക്കണുണ്ടോ എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും അൽഹംദുലില്ലാ നടന്ന് ഹാപ്പി, സോ ഹാപ്പി. ഞാനൊരു ആക്ഷൻ സോങ് പഠിപ്പിക്കാൻ പോവാണ്, അതുപോലെ തന്നെ പാടണം. ഇംഗ്ലീഷോ മലയാളോ അതെനിക്കറിയില്ല. ഇതാണ് ആക്ഷൻ സോങ്. ഞാൻ പാടിത്തരും, അതുപോലെ അതിന് ആക്ഷൻ ഇട്ടു. ഇത് മിക്കവാറും up in the sky. ആക്ഷൻ ആക്ഷൻ ഞാൻ പാടിയിട്ട് ആക്ഷൻ ഇടണോ? ഞാൻ പാട്ട് പറഞ്ഞുതരാം. ഞാൻ ആക്ഷൻ മാത്രം.
പാടും ആക്ഷനും. ഇത് മറ്റവനെ പോലെ ആവോ? മൂടിയിലെ തുടങ്ങാം നമുക്ക്. ഇത് സിമ്പിൾ പാട്ടാ, നമ്മള് അംഗനവാടിയിലൊക്കെ പഠിക്കണ പാട്ടാ. ഓക്കെ. എന്തു നല്ല വീട്, കാണിച്ചു. ആക്ഷൻ മതിയോ? ആക്ഷനും വേണം പാട്ടും വേണം. നീ പാടിക്കോ, ഞാൻ ആക്ഷൻ ഇടാം. ഇല്ല, പാടി ആക്ഷൻ. എന്താണ്? എന്തു നല്ല വീട്, അല്ലെങ്കിൽ ഞാൻ പാട്ട് ഫുൾ പാടിത്തരാം, എന്നിട്ട് അതിന് ഒക്കെ കൂടി ഒരു ആക്ഷൻ ഇട്ടാൽ മതി. എന്തു നല്ല വീട്, ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ട് വീട്ടിൽ, അച്ഛൻ എന്റെ ദൈവം. ഏറി കേറ്റണമെന്ന് ശബദെടുത്ത് വന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ മര്യാദക്ക് പോയിരുന്നു പാട്ടൊക്കെ പാടിയിട്ട്. ഇല്ലല്ലേ, ഇനി ഇത് കൂടുതലും ഇതിൽ നിന്ന് എന്ത് വരാനാ? പറ ഫസ്റ്റ്. എന്തു നല്ല വീട്, ഞാൻ പിറന്ന വീട്, പിന്നെന്താ? ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ട് വീട്ടിൽ, അച്ഛൻ എന്റെ ദൈവം. 1 2 3 ഗോ. എന്തു നല്ല വീട്. എന്തു നല്ല വീട്. ഞാൻ പാടിയ പോലെ നഴ്സറി കുട്ടികൾ ഫുൾ സാധനോ? വീഡിയോ എടുക്കണോട്ടാ. ലിറിക്സ് സീനാണ്. ഓക്കെ, നോക്കാം. എന്ത് നല്ല വീട്, ഭംഗിയുള്ള വീട്. അല്ലല്ല, ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ട് വീട്ടിൽ, അച്ഛൻ എന്റെ ദൈവം. എന്തു നല്ല വീട്, അച്ഛൻ ഉറങ്ങുന്ന വീട്. അച്ഛൻ ഉറങ്ങണ വീടല്ല, അച്ഛനുണ്ട് വീട്ടിൽ. അച്ഛനുണ്ട് വീട്ടിൽ. ഓക്കെ. എന്ത് നല്ല വീട്. അല്ല, ഇതാണോ വീട്? ഇതെന്താ? ഇതാണ് വീട്, നല്ലതിന് ഇത്. എന്ത് നല്ല വീട്. അല്ല, എന്ത് നല്ല വീട്. മോണോ ആക്ട് അല്ല അല്ലേ? എന്ത് നല്ല. ഓക്കെ, ഇതാക്കി ചെയ്. ഓക്കെ. എന്ത് നല്ല വീട്, ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ട് വീട്ടിൽ, അച്ഛനെന്റെ ദൈവ. എന്ത് നല്ല വീട്. ഒറ്റ സെറ്റിൽ പാടിക്കോ. എന്ത് നല്ല വീട്, ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ട് വീട്ടിൽ, അച്ഛൻ ഉറങ്ങണില്ല, അച്ഛൻ എന്റെ ദൈവം. അച്ഛൻ എന്റെ ദൈവം. ഇനി ഒറ്റ സ്ട്രെച്ചിൽ പറയും. കഴിഞ്ഞില്ലേ? ഇല്ല, ഇത് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ വന്നാലേ നമുക്ക് കാര്യമുള്ളൂ. ഇത് മര്യാദ കേരളായിട്ടില്ല. ഓക്കെ. എന്ത് നല്ല വീട്. ഇങ്ങനെ ആക്കിയാലോ ഇതിന് പകരം? സെറ്റ് അല്ലേ? ഓക്കെ. എന്ത് നല്ല വീട്. ഇത് നടക്കില്ല. 1 2 3 ഗോ. എന്ത് നല്ല വീട്. പറ്റും. ഓക്കെ. എന്ത് നല്ല വീട്, അങ്ങനെ പിടിക്കാം. അതാ ഞാൻ പാടിത്തരാം. സൂപ്പർ സാധനം. ഓക്കെ, ഫുൾ എക്സ്പ്രഷൻ വരണം കേട്ടോ. 1 2 3 സ്റ്റാർട്ട്. എന്ത് നല്ല വീട്, ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ട് വീട്ടിൽ, അച്ഛൻ എന്റെ ദൈവം. അപ്പം നമ്മള് സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞു, നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് വരാം. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇതുവരെ തിയേറ്ററിലൊന്നും പോയിട്ടില്ല. ഇതുവരെ തിയേറ്ററിൽ പോയിട്ടില്ലല്ലോ? പോയിട്ടുണ്ടോ? അതൊക്കെ നമ്മളെല്ലാരും, നമ്മളൊരു ഗസ്റ്റ് ഫ്രണ്ടിലിരിക്കുമ്പോൾ നമ്മൾ അവരെ പറ്റി എല്ലാം അറിയുമല്ലോ. ഇല്ല, തിയേറ്ററിൽ ഞാൻ പോയിട്ടില്ല. ഇതുവരെ പോയിട്ടില്ല. എന്താ, എന്തെങ്കിലും റീസൺസ് ഉണ്ടോ അതിന് വേണ്ടിട്ട്? ഉമ്മ പറഞ്ഞു പോരുത്. അല്ല, ഇപ്പം ഇതുവരെ പോവാൻ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങളങ്ങനെ ഇപ്പൊ ഫാമിലി ആണെങ്കിലും അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പൊ തിയേറ്റർ പോകരുതെന്ന് അങ്ങനെ ചെറുപ്പം മുതലേ പോയിട്ടില്ല. അപ്പോ അങ്ങനെ അത് കേട്ടിട്ട്
പിന്നെ ഇപ്പോൾ കോളേജിൽ വേണമെങ്കിൽ എനിക്ക് പോകായിരുന്നു, സ്കൂളിൽ പോകായിരുന്നു. കാരണം സ്കൂളിലൊക്കെ ഈ ബങ്ക് ചെയ്തിട്ട് മെയിൻ ഫസ്റ്റ് ഓപ്ഷൻ തിയേറ്റർ ആണല്ലോ ആരാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഞാൻ, പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല അല്ലേ? പക്ഷെ അതെങ്ങനെ അറിഞ്ഞു? അല്ല അതൊക്കെ ഞാൻ അറിഞ്ഞേ. അതല്ല ഞാൻ പറയട്ടെ, അപ്പം ആരും നിർബന്ധിക്കൂലേ, കൂട്ടിക്കൊണ്ട ഫ്രണ്ട്സ് ഒക്കെ വിളിക്കൂലേ, വാ ഒരു സിനിമയ്ക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട്? ഞാൻ ഒരു പ്രാവശ്യം അവരോട് പറയും ഇങ്ങനെ പോയിട്ടില്ല, അപ്പൊ അവരൊന്ന് ഞെട്ടും. പിന്നെ അവർക്ക് അടുത്ത പ്രാവശ്യം അവർക്ക് മനസ്സിലാവും. ഒരു സ്വാഭാവികമായിട്ട് എന്നോട് ചോദിക്കൂല. ഇപ്പൊ നമ്മൾ 4 പേരുള്ള പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോ 3 ആൾക്കാര് സ്വാഭാവികമായിട്ടും പോവാന്നുള്ള പ്ലാൻ ഉണ്ടാവില്ല. അപ്പൊ എന്നെ കണ്ടാ ഇനിയിപ്പോ അത് നടക്കൂലല്ലോ. അല്ല അപ്പൊ വീട്ടിൽ ആരും പോലില്ല? വീട്ടില് എന്റെ അറിവില് ഞാൻ അറിയാണ്ട് അറിയാണ്ട് പോയിട്ടുണ്ടോ അറിയില്ല. എന്റെ ഇല്ല, എന്നെ നമ്മളങ്ങനെ വളർത്തിയിട്ടില്ല. അപ്പൊ ഉമ്മാന്റെ കുറച്ച് വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഇതില് റെസ്പെക്ട് ചെയ്ത് ആ ഒരു ഇതിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഉമ്മാനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഉമ്മാക്ക് ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കണൊക്കെ കാണാറുണ്ട്. ഉമ്മാനെ അറ്റാച്ച് ഉമ്മ തന്നെയല്ല എല്ലാവർക്കും. അപ്പോ ഉമ്മാനോടൊരു ഞാനിപ്പോ എന്തൊരു അപകടത്തിലും ഇതിലൊന്നും പെടാത്ത, എന്തെങ്കിലും ആവട്ടെ, നമ്മള് അറിഞ്ഞോ അറിയാണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തില് ഏർപ്പെടാം, എന്തും ആവാം. ഒന്നെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള എന്തെങ്കിലും ആവാം, എന്തായിക്കോട്ടെ. അതിലൊന്നും പോവാത്തതിന്റെ ഒരു മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ഉമ്മ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും നമുക്ക് വേണ്ടിയിട്ട് നല്ല വരണേന്നുള്ളതുകൊണ്ട്. അപ്പോ അതുകൊണ്ടാണ് എങ്ങനെയായാലും ഇപ്പൊ നമ്മളെങ്ങനെ വളർത്തിയിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സാധനത്തിലേക്കും അങ്ങനെ പോവാൻ തോന്നുന്നില്ല. അപ്പൊ ഉമ്മ ഭയങ്കര സ്പെഷ്യലാണ്. ഉമ്മ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് കൊടുക്കും ഞാൻ. എനിക്ക് ഇനീഷ്യലി എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ പറ്റുന്ന രീതിയിൽ ഇപ്പൊ കയ്യിൽ പോക്കറ്റ് മണി ഉണ്ടെങ്കിൽ ഇപ്പൊ ഉമ്മാന്റെ ബർത്ത്ഡേക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഉമ്മ ചിലപ്പോ ഈ ബർത്ത്ഡേ മറക്കലുണ്ട്. ഉമ്മയുടെ ബർത്ത്ഡേ ഒരു പ്രാവശ്യം മറന്നുണ്ട്, ഞാനും മറന്നുണ്ട്. അപ്പൊ അതിലിങ്ങനെ എനിക്കാകെ വിഷമായി. പിന്നെ എനിക്ക് കിട്ടണ ഓൾമോസ്റ്റ് എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കാരണം ഇപ്പൊ നമ്മള് ഫിനാൻഷ്യലി കുറച്ച് ഇൻഡിപെൻഡന്റ് ആയ ടൈം വന്നല്ലോ. അപ്പോ അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ, ജൂലൈ ഇതിലായിരുന്നു ബർത്ത്ഡേ. അപ്പൊ ഞാനും ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. സർപ്രൈസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അതിൽ വിഷ് വരാം. ഞാൻ ഇപ്പോഴും നോക്കുമ്പോ ഹാപ്പി ബർത്ത്ഡേ അന്ന് തുടങ്ങി വെച്ചൊരു 14,000 വിഷസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോ ഒരു സന്തോഷമാണ്. ഉമ്മാക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ബർത്ത്ഡേ സംബന്ധം ഇതൊക്കെ എന്റെ നിർബന്ധത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യാണ്. അപ്പൊ ഇനി അടുത്തത് ഞാൻ ചോദിക്കാൻ പോകുന്നത് നമ്മൾ പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പാട്ടുവെളിക്കിന്റെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്. ഇതിലൊക്കെ ചോദിക്കലുണ്ടായിരുന്ന സംഭവം എന്താ പറയലപ്പോ? റെസ്പോണ്ട് ചെയ്യില്ല. അപ്പൊ ശരിക്കും എന്താ അവസ്ഥ? ഞാനത് ആദ്യം ഞാൻ ആൾക്കാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. എന്താന്ന് വെച്ചാൽ അവര് വിചാരിച്ചോട്ടെ. കാരണം നമ്മള് സിംഗിളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് വിഷമിക്കും. അല്ല, കുറെ പേർക്ക് ഓപ്പ് കിട്ടും. പിന്നെ കമ്മിറ്റഡ് അതെന്തിനാ വിഷമിക്കണേ? തിരിഞ്ഞു പോയതാ. അല്ല, സിംഗിളാന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് നമ്മൾ ഹോപ്പ് കൊടുക്കണ പോലെ, കമ്മിറ്റഡ് ആന്ന് പറഞ്ഞാൽ കുറെ പേര് വിഷമിക്കണ സംഭവമായി. അപ്പൊ അങ്ങനെ ഇങ്ങനെ വെച്ച് അല്ല, വിഷയത്തിൽ നിന്ന് തെന്നി മാറണ്ട. എനിക്ക് അറിയേണ്ടത് ആർ യു കമ്മിറ്റഡ് ഓർ സിംഗിൾ? അങ്ങനെ ചോദിച്ചാൽ പറയൂ, എന്ത് തോന്നുന്നു? എനിക്കറിയത്തില്ല. എന്ത് ചെയ്യുന്നു? നേരെ കമ്മിറ്റഡ് ആണോ? അതിനെവിടെ പ്രസക്തി ഇല്ല. ഇത് പറ. എന്തും ആണോ അല്ലേ? പറഞ്ഞോ. കമ്മിറ്റഡ് ആണ്. ആളാരാന്ന് പക്ഷെ എനിക്കറിയാം. പക്ഷെ എനിക്കറിയാം ആരാന്ന്. എന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഓഡിയൻസിന് അറിയില്ലായിരിക്കും. ഉടനെ തന്നെ റിവീൽ ചെയ്യോ? ഉടനെ തന്നെ. പക്ഷെ മിക്കവർക്കും അറിയാന്ന് തോന്നുന്നുണ്ട്. അറിയാമെങ്കിൽ കമന്റ്. സൂപ്പർ ആയിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാ, നല്ലൊരു സമയത്ത് എല്ലാം നടക്കട്ടെ. അതെ, ഇൻഷാ അല്ലാഹ്. അല്ല, അപ്പം ഫാൻസ് ഒക്കെ മെസ്സേജ് അയക്കാറുണ്ടാവൂലോ? മെസ്സേജ് അയക്കാറില്ലേ? ഫാൻ മെസ്സേജസ് ഒക്കെ വരാറില്ലേ? അല്ല, ഇങ്ങനെ കാക്കൂനെ ഭയങ്കര ഇഷ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ്. എന്താ അവർക്ക് എന്താ റിപ്ലൈ എന്താ കൊടുക്കല്? ഞാൻ അക്കൗണ്ട് തുടങ്ങിയ ഒരു ടൈമില് ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് മെസ്സേജ് റിക്വസ്റ്റ് ഒക്കെ അങ്ങനെ ക്ലിയർ ചെയ്യണ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഒരു തവണ പറഞ്ഞിട്ടില്ല, എനിക്ക് പാട്ട് കേട്ടപ്പോ ഭയങ്കര ഇഷ്ടം. ഞാൻ പണ്ട് എപ്പോഴും മെസ്സേജ്, പക്ഷെ ഫാൻ മെസ്സേജ് ഒന്നല്ല കേട്ടോ. സൗണ്ട് ലെസ് ഉണ്ടെന്ന് എന്തോ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ
പണ്ടത്തെ ആശാനാ. ഇല്ല ഞാൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ പാട്ട് കൊടുക്കുന്ന അടുത്ത് പണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് സൗണ്ട്. ഇതിപ്പോ എന്താ കോഴിയാക്കും പണ്ട്. അറിയട്ടെ, ആൾക്കാരെ അറിയട്ടെ. എത്ര വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചു വെക്കുക. പറയാലോ. ഇല്ല മാച്ചാൾ അങ്ങനൊന്നുമില്ല. അല്ല ഗേൾ ഫാൻസ് ഒക്കെ എന്താ മെസ്സേജ് അയക്കല്? ഓ പാട്ട് പാടുന്ന ആൾക്കാരല്ലേ, അപ്പൊ അവർക്ക് ആ ഇനീഷ്യലി ആ കാണുന്ന പാട്ട് പാടുന്ന ഒരു പിന്നെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റും കാര്യത്തിലും അങ്ങനൊക്കെ മെസ്സേജ് അയക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോ എങ്ങനത്തെ ആൾക്കാർ എങ്ങനെയാണ് എന്തൊന്നുമില്ല, അപ്പൊ ഇനീഷ്യലി ആ ഒരു ഇതില് ആക്കണാണ്. പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? എന്ത് ചോദ്യം. വരും. അപ്പൊ അവര് എങ്ങനെ ഡീൽ ചെയ്യാ? ഞാനത് എന്റെ മാനേജർക്ക് മാനേജർ ചിഞ്ചു മഞ്ജു കുഞ്ചുവിനൊക്കെ ആർക്ക് റിപ്ലൈ എടുക്കുന്നൊക്കെ? അല്ലല്ല ഞാൻ മാനേജർ ഉണ്ടോ ശരിക്കും? എങ്ങനെ ഉണ്ടോ? ഉണ്ടോ? നീയാ? ഇല്ല. അല്ല അങ്ങനെ നമ്മള് ഷോസിന്റെ ഇതിന്റെയും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് തിരക്കിലാന്നൊക്കെ. ഇല്ല അല്ല ഞാൻ തന്നെ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ റെസ്പോണ്ട് ചെയ്യും. കുഴപ്പമില്ല, ആരെ വെറുപ്പിക്കലൊന്നുമില്ല. ഇല്ല. ഓക്കെ. അപ്പം ലൈക്ക് ഇവരിങ്ങനെ ചോദിക്കുമല്ലോ സിംഗിൾ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോ സിംഗിൾ ആണെന്ന് പറയാറുണ്ടോ? ഞാൻ എന്താ പറയാ, ഞാന് മാക്സിമം ആ ഒരു സംഭവം അവോയ്ഡ് ചെയ്യലാണ്, ആ ഒരു സംഭവം. പിന്നെ ആദ്യമൊക്കെ അങ്ങനെ പറഞ്ഞു, കാരണം എന്താ അറിയോ, നമ്മളുടെ ഒരു ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയസ് ആണ് അറിയാൻ വേണ്ടിയിട്ട് ആരുടെ അടുത്താണെങ്കിലും ഇപ്പോ ഇന്നൊരാൾ ഇതാണോ അല്ലേ എന്നുള്ളതൊക്കെ. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി നല്ലപോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സംഭവം ഞാൻ ഭയങ്കര കോഷ്യസ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം എപ്പോ ഉണ്ടാവും ഏകദേശം പാട്ടോളിക്കന്റെ കല്യാണം? കല്യാണം ഈ അടുത്തുണ്ടാവോ? ഉണ്ടാവാം ഇല്ലാതിരിക്കാം. അത് നിങ്ങൾ കമന്റ് ചെയ്യൂ. എന്നാലും പറയും എപ്പോഴും ഉണ്ടാവാന്നോ? എപ്പോ വേണമെങ്കിലും ഉണ്ടാവും. ഈ ദിസ് ഇയർ ഉണ്ടാവോ? ഇല്ല ഈ വർഷം എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം 2 വർഷത്തിനുള്ളിൽ ഉണ്ടാവും എന്നാണ് പാട്ടോളിക്ക് പറയുന്നത്. അപ്പൊ ഗായ്സ്, അപ്പൊ പാട്ടോളിക്കിന്റെ ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രതീക്ഷയില്ല. ഇപ്പൊ നിങ്ങൾ വെറുതെ മെസ്സേജ് അയച്ച് ഇതാവണ്ടാവുന്നല്ലേ. അതെ, ഇനി ഞാൻ എല്ലാമേ പോയാച്ച് സാമിന്നൊക്കെ അല്ല, ഇനിയിപ്പം എല്ലാരും ചോദിക്കുന്ന ക്ലീശ അല്ല, പക്ഷെ എന്നാലും ഒരു പാട്ടുകാരനെ അടുത്തിട്ട് നമ്മൾ അതല്ലേ ചോദിക്കുക, ലൈക്ക് ഫേവറേറ്റ് മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് ആരാ, ഇൻസ്പയർ ചെയ്തിട്ടുള്ള? ഇനീഷ്യലി നമ്മള് ഇവിടെ സർവ്വസാധാരണ, അതൊന്നും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനീഷ്യൽ എനിക്ക് ഇങ്ങനെ ഒരു ഫേവറേറ്റ് മ്യൂസീഷ്യൻ ഇല്ല. ഞാൻ ഇന്നാളെ കണ്ടിട്ട് ഇൻസ്പയർ ആയതാണെന്നൊന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പഠിക്കാത്തോണ്ടായിരിക്കും. ഞാൻ കേട്ടതാക്കണം. അപ്പോൾ ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ അയാളെ ഇഷ്ടാവും. അർജിത് സിംഗിന്റെ പാട്ട് ആകുമ്പോൾ അർജിത് സിംഗിന് ഇഷ്ടാവും. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തരെ പാട്ട് ഇങ്ങനെ കേട്ട് പഠിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അവരെ ശബ്ദമൊക്കെ ആവും, ഇല്ലെങ്കിൽ അവരെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിദ് ശ്രീറാമിന്റെ പാട്ടുകൾ പാടിയിരുന്നു, നല്ല ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ അർജിത് സിംഗിന്റെ ഉണ്ടായിരുന്നു, ജുബിന്റെ ഉണ്ടായിരുന്നു, ആതിഫ് അസ്ലത്തിന്റെ ഫാനായിരുന്നു ഞാൻ ഇനീഷ്യലി മൊത്തം. എന്നിട്ട് ആതിഫ് അസ്ലം എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പാട്ടഹോളിക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ പേഴ്സണൽ പ്രൊഫൈൽ ഉണ്ടല്ലോ, അതിലിങ്ങനെ ഇവിടെ മാത്രം ഇങ്ങനെ ഇട്ടിട്ട് തലല്ല അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, ദിൽദിയാഗല്ല എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അപ്പോ അന്നൊക്കെ ആതിഫ് അസ്ലമിന് ഇഷ്ടമായിരുന്നു. ഇപ്പൊ കുറെ മ്യൂസീഷ്യൻസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന്റെ ഒരു നിര തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അറിയില്ല, നമുക്ക് ഓരോരുത്തരുടെ പാട്ടുകൾ ഇഷ്ടാവുന്നുണ്ട്. ഒരുപാട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ ഓരോ നിലയിൽ എത്തുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ലക്കി. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഇത്രയും കാലയളവ് കൊണ്ട് ഞാൻ ഒരു സിനിമയെ പാടിയിട്ടില്ല. ഞാൻ ഇന്നൊരു എന്താ പറയാ എന്തെങ്കിലും ഒരു ഇതിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല. എന്റെ ഓൺലി സംഭവം സോഷ്യൽ മീഡിയ ആണ്. എന്നെ വളർത്തിയിട്ടുള്ളതൊക്കെ അവരാണ്. എന്നാലും ഞാൻ അവർക്കായിട്ട് ഞാൻ എന്തെങ്കിലും ഇൻഡിപെൻഡന്റ് ട്രാക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കവേഴ്സും കാര്യങ്ങളും ചെയ്ത് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഇത്രയും കാലം ഈ ഒരു ഇതിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാന്ന് പറയുമ്പോൾ അതെന്തായാലും ഇവരെ സപ്പോർട്ട് കൊണ്ടാണ്, പിന്നെ എനിക്കുള്ള ഭാഗ്യം കൊണ്ടാണ്. അപ്പോൾ പക്ഷെ
എന്തായാലും ഫ്യൂച്ചറായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നോക്കണം, അതൊക്കെയാണ് ആഗ്രഹം.